നമസ്കാരം. അതിർത്തികളില്ലാത്ത ലോകമെന്ന ഉട്ടോപ്യൻ ആശയക്കാരുടെ ആഹ്വാനങ്ങൾക്ക് നടുവിൽ യഥാർത്ഥ അതിർത്തികളിൽ അരങ്ങേറുന്നത് മനുഷ്യ ദുരന്തത്തിന്റെ കണ്ണീർ കാഴ്ചകളാണ്. സ്പാനിഷ് എൻക്ലേവായ സെവൂത്ത അതിർത്തിയിൽ സമുദ്രമാർഗം കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു അഭയാർത്ഥിയുടെ ദയനീയ കാഴ്ചയാണ് പ്രദേശം നൽകുന്ന ചിത്രമെന്നാണ് ഡെയിലി മെയിൽ പോലുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പെയിനിന്റെ ഭരണത്തിന് കീഴിലുള്ള പശ്ചിമ ആഫ്രിക്കൻ അതിർത്തി നഗരമായ സെവൂത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത ഭീതിയിലും ആശങ്കയിലുമാണ്. വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മൊറോക്കോ അതിർത്തി വഴിയും കടലിലൂടെയും നീന്തി ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് പ്രതിദിനം യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ ഈ എൻക്ലേവിലേക്ക് കുതിച്ചെത്തുന്നത്. കനത്ത തിരമാലകളെയും ശക്തമായ കാറ്റിനെയും അതിജീവിച്ച് നീന്തിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ട് ജീവൻ നിലനിർത്താൻ മല്ലിടുന്ന അഭയാർത്ഥികളുടെ ദൃശ്യങ്ങൾ അതിർത്തി പ്രദേശങ്ങളിലെ നിത്യകാഴ്ചയായി മാറിയിരിക്കുകയാണ്. പ്രദേശവാസികൾ കടുത്ത സുരക്ഷാ ഭീതിയിലാണ് കഴിയുന്നത്. അതിർത്തികൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അതിർവരമ്പുകളില്ലാത്ത ലോകമാണ് വേണ്ടതെന്നും വാദിക്കുന്നവർ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് കാണേണ്ടതുണ്ടെന്നാണ് സുരക്ഷാ പ്രതിസന്ധിയും മനുഷ്യ ദുരന്തവും നേരിട്ട് വിലയിരുത്തിക്കൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഇയാൻ ഗാലഗർ കുറിക്കുന്നത്. നിയന്ത്രണമില്ലാത്ത അഭയാർത്ഥി പ്രവാഹം തടയാൻ അധികാരികൾ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്നും ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ജീവൻ പണയം വെച്ച് എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കാൻ പ്രാദേശിക ഭരണകൂടവും സുരക്ഷാ സേനയും അതിർത്തിയിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളുടെ പ്രധാന കവാടങ്ങളിലൊന്നായ സ്പാനിഷ് അതിർത്തികളിലെ സുരക്ഷ കൈകാര്യം ചെയ്യലിനെ ചൊല്ലി അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തർക്കങ്ങളും വിമർശനങ്ങളും മുറുകുന്നുണ്ട്. സ്പെയിൻ നടപ്പിലാക്കുന്ന അതിർത്തി നിയന്ത്രണ നടപടികൾക്കെതിരെ ഉയരുന്ന രൂക്ഷമായ വിമർശനങ്ങൾ ന്യായമായ ആശങ്കകളുടെ അടിസ്ഥാനത്തിലുള്ളതാണോ അതോ കേവലം രാഷ്ട്രീയ ലാഭങ്ങൾ മുൻനിർത്തിയുള്ള നീക്കങ്ങളാണോ എന്നും വിമർശനങ്ങളുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോടും മൊറോക്കയോടും ചേർന്ന് നിൽക്കുന്ന സ്പാനിഷ് മേഖലകളായ സെവൂത്ത, മെല്ലില തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ദിനം പ്രതി ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് അതിസാഹസികമായി കടക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ തടയാൻ സ്പാനിഷ് അധികൃതരും അതിർത്തി സുരക്ഷാ സേനയും സ്വീകരിക്കുന്ന കർശന നടപടികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെയും അയൽ രാജ്യങ്ങളുടെയും വലിയ വിമർശനത്തിനിടയാക്കുന്നുണ്ട്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ആളുകളെ തിരിച്ചയക്കുന്നതും അതിർത്തിയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും അതിർത്തി സുരക്ഷയും സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ പ്രാഥമിക ചുമതലയാണെന്നാണ് സ്പെയിനിൻ്റെയും അനുകൂലികളുടെയും നിലപാട്. യൂറോപ്യൻ യൂണിയൻ്റെ മൊത്തത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണെന്നും അതിർത്തി സുരക്ഷയെ മുൻനിർത്തി തങ്ങൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും ഇവർ വാദിക്കുന്നു. അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായ പങ്കാളിത്തവും സഹകരണവും നൽകുന്നില്ലെന്ന പരാതി സ്പെയിൻ ഭരണകൂടം കാലങ്ങളായി ഉയർത്തുന്നുണ്ട്. 60,000 പേർ ഒറ്റയടിക്ക് എത്തിയ സംഭവം അഭയാർത്ഥി വിഷയത്തിൽ സ്പെയിനിന്റെ നിലപാടുകൾ മാറ്റാനും കാരണമായേക്കും. കുടിയേറ്റക്കാരുടെ സ്വീകരിക്കുന്ന ഉദാരനയം സ്പെയിൻ ഈ സംഭവത്തോടെ തിരുത്തിയേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. 60,000-ലധികം അനധികൃത അഭയാർത്ഥികൾ സ്പാനിഷ് പ്രവിശ്യയിലേക്ക് പ്രവേശിച്ചതിനെ തുടർന്ന് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും പ്രതികരണം സ്വാർത്ഥതയും ധ്രുവീകരണ ശ്രമങ്ങളും നിഴലിക്കുന്നതായിരുന്നുവെന്നും അവ നിയമവിരുദ്ധമാണെന്നും ആരോപിച്ച് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് രംഗത്തെത്തിയിരുന്നു. സ്പെയിനിലെത്തിയവരിൽ ഏകദേശം 48,000 പേർ തിരികെ പോയി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ കൂട്ടത്തോടെ സെവൂത്ത ബീച്ചുകളിലേക്ക് ഓടിയെത്തുന്ന കാഴ്ച ലോകത്തെ മുഴുവനും നടുക്കിയിരുന്നു. പല രാഷ്ട്രതലവന്മാരും ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ചില യൂറോപ്യൻ ഭരണകൂടങ്ങളുടെ പ്രതികരണങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എഴുതിയ കത്തിൽ പറയുന്നത്.